എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിലേക്ക് 1 കപ്പ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്താണ്. ഏകദേശം ഒരു 5-8 മണിക്കൂറെങ്കിലും കുതിർക്കണേ. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ചെറിയൊരു പീസ് ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും നെകക്കെ വെള്ളവും ചേർത്ത് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് വേവണം. നന്നായി വേവിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും 2 വറ്റൽമുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഒരു ഏലക്കായ ഇതും കൂടെ ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ. വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒരുപാട് കൂടരുത്. അതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി വേഗം വഴലാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഉള്ളി ഇഞ്ചിയെല്ലാം നന്നായി വാടി വരുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പച്ചയ്ക്ക് പൊടിച്ചത്. പെരിഞ്ജീരകം പച്ചക്കിട്ട് പൊടിച്ചതാണ്, ഗരം മസാലയല്ല, പെരിഞ്ജീരകം മാത്രം. പെരിഞ്ജീരകം പച്ചയ്ക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ, തീ കുറച്ചിടാൻ ശ്രദ്ധിക്കണേ. അത് നന്നായി മൂത്ത് വരുമ്പം അതിലേക്ക് ഒരു ചെറിയ പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. തക്കാളി വേഗം വേവുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞ് അത് അടിക്ക് പിടിക്കുന്ന പാത്രം വല്ലതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത ശേഷം അടച്ചു വെക്കണേ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞ് അതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ്, ഉരുളക്കിഴങ്ങ് അതെല്ലാം കൂടെ വേവിച്ച് വെച്ചിരുന്നില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കുക്കറിൽ വെള്ളം ബാക്കിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അടച്ച് വെച്ച് തിളപ്പിക്കണേ. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില വീണ്ടും ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് നല്ലൊരു 5-10 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഇത് ചെയ്യുമ്പോൾ നല്ല കിടിലൻ ഗ്രീൻ പീസുകൾ റെഡിയായി. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.